ജയലക്ഷ്മി സിൽക്സിൽ തീ പടർന്നത് രണ്ടാം നിലയിലെ സ്റ്റോക്ക് റൂമിൽ നിന്നെന്ന് ജയലക്ഷ്മി സിൽക്സ് ഉടമ ഗോവിന്ദ് കമ്മത്ത്. ഒന്നാം നിലയിൽ നിന്നാണ് തീ പടർന്നതെന്ന് ജീവനക്കാർ തെറ്റിദ്ധരിച്ചു. ആ ഭാഗം മാത്രം പരിശോധന നടത്തുന്നതിനിടെ രണ്ടാം നിലയിൽ തീ ആളിപ്പടർന്നു. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് നിഗമനമെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി നഷ്ടം ഇത്തവണയുണ്ടായി. അന്നുണ്ടായത് 12 കോടി രൂപയുടെ നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് പാളയത്തെ ജയലക്ഷ്മി സിൽക്സ് ഷോറൂമിൽ വൈകുന്നേരം 6 മണിയോടെ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് ആരംഭിച്ച തീ നിമിഷങ്ങൾക്കുള്ളിൽ 3ഉം 4ഉം നിലകളിലേക്ക് പടരുകയായിരുന്നു. സ്റ്റോക്ക് വെച്ച റിസർവ് സ്റ്റോക്ക് ഇങ്ങനെ എക്സ്ട്രാ സ്റ്റോക്ക് വെക്കുന്ന ഏരിയയിൽ തീപിടുത്തം. അത് അവിടെ സാധാരണ പെട്ടെന്ന് സ്റ്റാഫ് ആരും പോകാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അവിടെ ഇത് പുകയുണ്ടായി, പുകഞ്ഞ് റെഡിയായി. അത് അറിഞ്ഞിങ്ങനെ തപ്പി വന്ന സ്മെല്ല് വന്നിങ്ങനെ തപ്പി വന്നപ്പോഴും അവിടെ പോയിക്കും ഡോർ എടുത്തപ്പോൾ ഭയങ്കര പുകയും തീയാണ് വന്നത്. എവിടെയാണ് ഇത് സ്പോട്ട് കിട്ടിയില്ല, സ്മെല്ല് കിട്ടി. അവർ എ സി റൂം ഉണ്ടല്ലോ, എയർ ഹാൻഡിങ് യൂണിറ്റ്, അവിടെയൊക്കെ തപ്പി നോക്കി, സ്മെല്ല് നോക്കി. പക്ഷേ ഇത് കറക്റ്റ് സ്പോട്ടിനെത്തിയപ്പോഴും അവിടെ ഫുള്ളായി കഴിഞ്ഞു. കണ്ടു തുടങ്ങിയത് ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റിലാണ് നമ്മൾ നോക്കിയത്, പക്ഷേ ശരിക്കും സെക്കൻഡിലാണ് പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ്.